2026 ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സംഭവം അധ്യായം 1 എന്ന് പറയുന്ന ഈ സിനിമയാണ്. ഈ സിനിമയുടെ ജോണർ എന്താണ് എന്നറിയാതെ തിയേറ്ററിൽ എത്തുമ്പോൾ ഇവർക്ക് ഇന്റർവെൽ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിട്ടണമായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലൊരു പബ്ലിസിറ്റി സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ പോസ്റ്റ് കാണുന്നു. റിലീസ് ആയതിനു ശേഷം റിവ്യൂകളിലൂടെയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ജോണർ എന്താണ് എന്ന് ഓൾറെഡി അറിഞ്ഞു. അപ്പോൾ എന്നാൽ പോലും നമുക്ക് ആസ്വാദനത്തെ ഒന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പക്ഷേ എല്ലാം തികഞ്ഞ സിനിമയാണെന്നൊന്നും പറയുന്നില്ല. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കുറവുകളൊക്കെ ഉണ്ട്. ഈ കുറവുകളൊക്കെ മറികടന്നാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നത്. കാരണം സംഭവം അധ്യായം 1 ആയിട്ടുള്ളൂ. അപ്പോൾ ചാപ്റ്റർ 2 വരുന്നത് ഈ ഒരു കുറവുകളൊക്കെ മറികടന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു കിടിലൻ പടമായിരിക്കും. ജിത്തു സതീശൻ മംഗലത്ത് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ ഒരു മർഡർ മിസ്റ്ററി എന്നുള്ള രീതിയിൽ തുടങ്ങി. പിന്നീട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ സംഭവങ്ങളെല്ലാം വന്നു ചേർന്ന് സ്ഥിരം ഈ റിവ്യൂ പറയുന്ന ഒരു പ്രധാന നെഗറ്റീവാണ്. വളരെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു അടുത്തത് എന്ത് നടക്കും എന്നൊക്കെ ഊഹിക്കാൻ പറ്റിയെന്നുള്ള കാര്യം. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. അടുത്തത് എന്ത് നടക്കും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റി ഈ സിനിമയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അത്യാവശ്യം പാക്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആ ഒരു നിഗൂഢത, ഒരു കാട്, അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അത് ഇന്റർവെല്ലിൽ വരെ ഇവർക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ലോസ്റ്റ് എന്നുള്ള സീരീസ്, പിന്നെ ദ ഷ്രൈൻ എന്ന് പറഞ്ഞുള്ള ഒരു കനേഡിയൻ ഫിലിം ഉണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്നതൊക്കെ അതാണ്. അപ്പോൾ ഈ ലോസ്റ്റിൻ്റെ ഈ ഷ്രൈനിലൊക്കെ കാണുന്ന ആ ഒരു ഭയങ്കര നമുക്കത് ആ ഒരു പ്രതിമ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു നിഗൂഢത ഫീൽ ചെയ്യും. അപ്പോൾ ആ നിഗൂഢത ഫീൽ ചെയ്യുന്ന പോലുള്ള ഒരു പ്രതിമ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ പ്രതിമ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഈജിപ്ഷ്യൻ ഗോഡിനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. ഇവർ ഈ പ്രതിമയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു ബാക്ക് സ്റ്റോറി ഇവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ബാക്ക് സ്റ്റോറി അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഈ നടക്കുന്നതിനെല്ലാത്തിനും കാരണം ഇതാണ് എന്നുള്ള രീതിയിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് സ്റ്റോറി, അതായത് നമുക്ക് ഇംഗ്ലീഷ് സിനിമകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള കുറേ ഈ ഐഡിയാസ് കാര്യങ്ങൾ കാണും. പക്ഷേ അത് നമ്മളുടെ നാടിൻ്റെ, നമ്മുടെ കൾച്ചറിനോട് രീതിയിൽ അതിനോട് സിങ്ക് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ബാക്ക് സ്റ്റോറി അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പക്ഷേ ഇവർ അതിൽ വിജയിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു കൺവിൻസിങ് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി ഈ സിനിമ പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ നെഗറ്റീവായിട്ട് വരുന്നതെല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് രണ്ടാം പകുതിയിൽ ഇത് ടൈം ലൂപ്പ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രാൻസിഷൻ സീക്വൻസ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷൻ സീക്വൻസ് ഒരു പരിധി കഴിയുമ്പോൾ നല്ല രീതിയിൽ മടുപ്പാവുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ലൂപ്പ്, ഈ ഒരു ചുരുളി, ഇതിൽ നിന്ന് നായകൻ പുറത്ത് കടക്കേണ്ടത് നമ്മൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്കും കൂടി തോന്നണം, നമ്മുടെയും കൂടി ആവശ്യമാണെന്നുള്ളത്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഈ സിനിമയിലെ നായകനോട് ഉണ്ടാവണം. അത് ഇവിടെ ഉണ്ടാവുന്നേ ഇല്ല. ഇമോഷന്റെ കാര്യം പറയുമ്പോൾ ഈ സിനിമയിലെ നായകൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു ബിഗ് റിവീൽ നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ടൈം ലൂപ്പ് അല്ലെങ്കിൽ ടൈം ട്രാവൽ സിനിമകളിൽ ഇങ്ങനെയുള്ള ഒരു ഇമോഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കണക്ഷൻ ഇപ്പോൾ ഇന്റർസ്റ്റെല്ലാറൊക്കെ നമ്മൾ കാണുന്നത്, നമ്മൾ വീണ്ടും 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 കാണുന്നത് ആ സിനിമയിലെ ഒരു ഇമോഷണൽ ആംഗിൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ടും നമ്മൾ 10 തവണ കണ്ട് 11ാമത്തെ തവണ കാണുമ്പോഴും ആ ഇമോഷണൽ ആംഗിൾ വരുമ്പോൾ നമുക്ക് ഫീൽ ആവും. പക്ഷേ ഈ സിനിമയിൽ അതുപോലുള്ളൊരു റിവീൽ നടത്തുമ്പോൾ ഉണ്ടല്ലോ, ആ നേരത്തുള്ള അസ്കർ അലിയുടെ അഭിനയമാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അഭിനയമൊക്കെ ആണെന്നുണ്ടെങ്കിലും പരിതാപകരമായിരുന്നു. ഒരു 1% ഇമോഷൻ പോലും ഈ സീനുകൾ ഉണ്ടാക്കുന്നില്ല. ഇനി നമുക്ക് ഇമോഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊരു സർവൈവൽ ത്രില്ലറായിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമ എന്നുള്ള രീതിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ഒരു നല്ലൊരു വേൾഡ് ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുണ്ടാക്കി വെച്ച ലോകം, അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നിയമങ്ങൾ, എന്തൊക്കെ ചെയ്തുകൂടാ, ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷേ ഇവർ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു സർവൈവൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതും കാര്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആവുന്നില്ല. പക്ഷെ പടത്തിന്റെ ടൈലന്റ് നല്ലതായിരുന്നു. പിന്നെ ഇവര് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. ആ സംഗതികളെ കൂടി ചേർത്തിട്ട് രണ്ടാം ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അതിനുള്ള ഒരു മരുന്ന് ഇവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറവുകളൊക്കെ ഉണ്ടല്ലോ, ഈ കുറവുകളൊക്കെ മറികടന്നിട്ട് ഇവർ ഓൾറെഡി വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു കൺസെപ്റ്റിൽ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു കിടിലം പടമായിരിക്കും. മ്യൂസിക് ആൻഡ് ബിജിഎം ചെയ്തിരിക്കുന്ന ഗോഡ്വിൻ തോമസ് ഗംഭീര വർക്കായിരുന്നു. കാരണം ഒരു കാട്, അതിന്റെ നിഗൂഢത, അതിനോട് ചേർന്നിട്ടുള്ള ഒരു കഥ പറച്ചിൽ എന്നുള്ള രീതിയിൽ ടെക്നിക്കലി ഈ പടം കൊള്ളാം. വിഷ്ണു ഗോവിന്ദ് ചെയ്തിട്ടുള്ള ഓഡിയോഗ്രാഫി, ഇതിന്റെ ഈ ചാനൽ ആക്ടിവിറ്റി, അറ്റ്മോസ് മിക്സ് വന്നിരിക്കുന്നത്, ഇതെല്ലാ ചാനൽ ആക്ടിവിറ്റീസൊക്കെ കിടിലായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്നും പറയാനില്ല, ഗംഭീര വർക്കായിരുന്നു അവരുടെ. നവീൻ നജോസ് ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാടിന്റെ ഉള്ളിലെ നിഗൂഢത, അതിൻ്റെതായിട്ടുള്ള ഒരു കളർ പാലറ്റ് ഒക്കെ പിടിച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ടെക്നിക്കലി ഈ പടത്തിൽ കുറവുകളൊന്നും പറയാനില്ല. പിന്നെ ഇതിന്റെ എഡിറ്റർ അർജുൻ പ്രകാശാണ്. സെക്കൻഡ് ഹാഫിലെ ആ ഒരു എഡിറ്റിംഗ് പാറ്റേണും സംഭവങ്ങളും എല്ലാം കൊള്ളാം. ടെക്നിക്കലി ഒരു കുറ്റവും പറയാനില്ലാത്ത പടം തന്നെയാണ്. പക്ഷെ പെർഫോമൻസ്, അതായത് ഈ സിനിമയിലുള്ള ആക്ടേഴ്സിന്റെ എല്ലാ ആക്ടേഴ്സും ഒരാളെ പോലും ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ കാണുന്നില്ല. അസ്കർ അലി പരിതാപകരമാണ്. ഒരു ബിഗ് റിവീൽ ഒരാളുടെ അടുത്ത് നടത്തുന്നുണ്ട്, ആ നേരത്തേക്ക് എന്തെന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്.
പിന്നെ തമിഴ്നാട് പോലീസായിട്ടുള്ള സ്റ്റീഫൻ. ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ക്യാരക്ടറൊക്കെ ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു വെറ്ററൻ ആക്ടർ ചെയ്യേണ്ട റോളാണ്. അത് ചെയ്താലാണ് ആ ഇമോഷൻ അങ്ങോട്ട് കിട്ടുള്ളൂ. ഇത് ഏതോ ഒരാളെ പിടിച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ വിനീത് കുമാർ ഇതിനകത്തുണ്ട്. വിനീത് കുമാർ ഈ രഞ്ജി പണിക്കർ ജൂനിയർ ആവാൻ വേണ്ടി ഏറും പിടിച്ച് ഇങ്ങനെ നടക്കുന്നതല്ലാതെ വിനീത് കുമാറിന്റെ ഒരു ക്യാരക്ടർ അവിടെ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും. പുള്ളി ഈ ഒരു സംഭവമൊക്കെ വിട്ടിട്ട് ഒന്ന് അത്യാവശ്യം നാച്ചുറൽ ആയിട്ടൊക്കെ പെർഫോം ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ പിന്നെ അസീം ജമാലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ 2 പടത്തിലുള്ള ഒരു അഭിനയം, അതായത് ഇനി സെക്കൻഡ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനും കൂടിയുള്ള ഒരു അഭിനയം ഞാൻ ഇപ്പോഴേ തന്നേക്കാം എന്നുള്ള രീതിയിലുള്ള ഓവർ ആക്ടിംഗ് ആണ് പടത്തിലുള്ളത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്യുന്ന ടിപ്പിക്കൽ റോളാണ്. പുള്ളിക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല. സെന്തിലിനും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ മൊത്തത്തില് നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ നൽകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ഇവര് അവതരിച്ചിരിക്കുന്ന ആ ഒരു ട്രാൻസിഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഒരു കരുതി കഴിയുമ്പോഴേക്കും മടുപ്പുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇമോഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഈ ആക്ടേഴ്സിന്റെ അതുള്ള എല്ലാ ആക്ടേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെറുപ്പിക്കുന്ന പെർഫോമൻസ് ആണ്. പിന്നെ അഭിനയം അറിയാത്ത കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഈ സിനിമയിലുണ്ട്. അതെല്ലാം വരുന്ന ഈ ഒരു കുറവുകളൊക്കെ ഉള്ള ഒരു പടമാണ്. പക്ഷെ ഇതിന്റെ ഒരു കോർ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പടം കൊള്ളാം. അതുകൊണ്ട് തന്നെ ഇവർ ഈ കുറവുകളെല്ലാം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ്. കാരണം എക്കോ പോലെയൊക്കെ അത്യാവശ്യം ആളുകൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു ഈ പടം. പക്ഷെ ഈ സംഭവം എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ഇല്ലാതെയായി പോയി. ആ ഒരു കുറവുകളൊക്കെ നികത്തി വരട്ടെ. ഈ സിനിമയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് UA 13+ ആണ്. ഒരു ജംപ് സ്കെയർ 2-3 സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ ചിലപ്പോൾ ആ സീക്വൻസ് കാണുമ്പോൾ ഒന്ന് പേടിക്കാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാരന്റൽ ഗൈഡൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാവുന്ന സിനിമയാണ് സംഭവം അധ്യായം 1.